ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിനകത്തുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. നിങ്ങൾ ശബ്ദം ഉയർത്തുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. ഇത്രത്തോളം ശബ്ദം ഉയർത്തിട്ട് അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാലും നിക്കട്ടെ. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ മൂന്നാമത്തെ ആഴ്ച മാറി ഞാൻ സംസാരിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് അവേ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. ഞാൻ ആദ്യത്തെ 2 ആഴ്ച ഫുൾ പോയ കണ്ടന്റ് മുഴുവൻ യമുന റാണി എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്. യമുന റാണി തന്നെയായിരുന്നു അതിന്റെ സെന്റർ ഓഫ് എന്താ പറയാ അട്രാക്ഷൻ, കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ പോലും ഞാൻ എത്ര പ്രാവശ്യം അവിടെ കുളിക്കാൻ പറയുമായിരുന്നു, ജാസ്മിൻ ഒന്ന് പോയി കുളി മോളെ. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, പോയി കുളിയടി എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പോയി കുളി മോളെ, പെൺകുട്ടികളായ രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് വേണം അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കയറാൻ എന്ന രീതി വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഒന്ന് കുളിച്ചിട്ട് വാ മോളെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഞാൻ 2 ദിവസം കൂടുമ്പോഴേ കുളിക്കൂ. ഇങ്ങനെ പറയുന്ന ഒരാളെ എനിക്ക് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. പോയി കുളിയടി. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണ്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ.